പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ്. 12-ാം അധ്യായം വിധവയുടെ ആ സമർപ്പണത്തോടുകൂടി അവസാനിച്ചു. ഇനി 13-ാം അധ്യായം. ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മാത്രമല്ല, പുതിയ നിയമത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച പാസേജ് എന്ന് ബൈബിൾ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നൊരു ഭാഗമാണ് ഈ 13. ന്യൂ ടെസ്റ്റമെൻറ്റിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാസേജ് എന്ന് മനുഷ്യർ പറയുന്ന ഒരു ഭാഗമാണിത്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. ഇത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൃപയിലൊന്ന് ആശ്രയിച്ചാൽ, ദൈവവചനത്തെ സത്യസന്ധമായിട്ട് സംശയങ്ങളില്ലാതെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇതൊന്നും കുഴപ്പിക്കുന്ന പാസേജുകളല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പണ്ഡിതന്മാർക്ക് ഇതൊക്കെ ഭയങ്കര ഗഹനമായ പ്രശ്നങ്ങളാണ്. പക്ഷേ സാധാരണ വിശ്വാസികൾക്ക്, ദൈവവചനമായിട്ട് സ്വീകരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതിനകത്ത് കുഴപ്പിക്കുന്ന ചില പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് കർത്താവ് അതിന് കൺവിൻസിങ് ആയ ഉത്തരങ്ങൾ തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ, ഇത് എത്ര സെഷനുകൾ വേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ 13-ാം അധ്യായം, കാരണം അത്രയ്ക്ക് ഡീപ്പായ ഒരു അധ്യായമാണിത്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അതിലേക്ക് പ്രവേശിക്കാം. വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ. യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു, നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അപ്പോൾ പശ്ചാത്തലം, കർത്താവ് യേശു മിശിഹാ ദേവാലയത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എന്തിനാണ് ദൈവം ദേവാലയത്തിലേക്ക് വന്നത്? പിക്നിക്ക് വന്നാണോ? ടൂറിസ്റ്റ് വിസയിൽ വന്നാണോ? എന്തിനാണ് വന്നത്? ഇപ്പോൾ വന്നത് എന്തിനാണ്? പരിശോധിക്കാൻ വന്നതാണ്. അങ്ങനെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇനി ഈശോ ഈ ദേവാലയത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. പോവാണ്. അപ്പം ആ കോമ്പൗണ്ട് വിട്ട് പോവാണ്. ആ കോമ്പൗണ്ട് വിടുന്നതിനെ കുറിച്ച് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് കാണാം. ദേവാലയത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ, ദേവാലയത്തിന് കുറവുള്ളതായി ദൈവം കണ്ടെത്തിയപ്പോൾ, ശിഷ്യന്മാരിൽ ഒരാൾ, ആരാണെന്ന് പറയുന്നില്ല, ഈശോയോട് പറയാണ്, ഗുരു, നോക്കുക, എത്ര വലിയ കല്ലുകൾ. ഇത് യഹൂദന്മാരുടെ 1-ാമത്തെ ടെമ്പിളാണോ 2-ാമത്തെ ടെമ്പിളാണോ? 2-ാമത്തെ ദേവാലയമാണ്. ആദ്യത്തെ ദേവാലയം ആരാണ് നിർമ്മിച്ചത്? സോളമൻ നിർമ്മിച്ച ദേവാലയം BC 587 ആരാണ് നശിപ്പിച്ചത്? ബാബിലോൺ, നെബൂഖദ്നേസർ നശിപ്പിച്ചു BC 587. അപ്പോൾ 2-ാമത്തെ ദേവാലയം പിന്നീട് വന്ന സെറുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ 2-ാമത്തെ ദേവാലയം പണി കഴിപ്പിച്ചു. അത് BC 516. സിറിയൻ രാജാവായ അന്തിയോക്കസ് എപ്പിഫാനസ്, ഈ പേര് ഓർത്തിരിക്കണം. അന്തിക്രിസ്തുവിൻ്റെ ബൈബിളിലെ മാതൃകയാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. അന്തിക്രിസ്തുവിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ മാതൃകയാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. അപ്പോൾ ആ എതിർ ക്രിസ്തുവിൻ്റെ മാതൃകയായ അന്തിയോക്കസ് എപ്പിഫാനസ് എന്ത് ചെയ്തു? ഈ 2-ാമത്തെ ദേവാലയത്തെ മലിനമാക്കി എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ ചെയ്തത് വലിയ, നമ്മൾ ചിന്തിക്കാൻ, ഞാൻ അല്പം കൂടി കഴിഞ്ഞിട്ട് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം അത് പറയുമ്പോൾ പറയാതെ മലിനമാക്കി. അപ്പോൾ പിന്നീട് BC 20-ാം ആണ്ടിൽ, BC 20 ഹെറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദേസ്, അതായത് യേശുവിൻ്റെ കാലത്ത്, യേശു കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസ് അല്ലേ, ആ ഹെറോദേസ് BC 20-ാം ആണ്ടിൽ ഈ ദേവാലയം റെനോവേറ്റ് ചെയ്യാൻ ആരംഭിച്ചു, പുനർനവീകരിക്കാൻ ആ പ്രക്രിയ ആരംഭിച്ചു BC 20. ഇപ്പോൾ യേശു ആ ദേവാലയ മുറ്റത്ത് നിൽക്കുമ്പോൾ AD 29. AD 29 കർത്താവ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 49-50 വർഷമായിട്ട്, നൂറ്റാണ്ടായിട്ട് നടന്ന റെനോവേഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് പറയുന്നത്, ആ കാലഘട്ടത്തിലെ മുഴുവൻ ലോകത്തെയും ഏറ്റവും വലിയ കൺസ്ട്രക്ഷനായിരുന്നു ജെറുസലേം ദേവാലയം. എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊരിടത്തും ഇതിനേക്കാൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ഇന്നുണ്ടാവുമായിരിക്കും, അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ മുഴുവൻ ലോകത്തെയും
ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷനാണ് ജെറുസലേം ദേവാലയം. അത്രയ്ക്ക് മഹാസൗധമാണത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെടുന്നത്. 30-ലധികം ഏക്കറിലാണ് ഈ ടെമ്പിൾ നിൽക്കുന്നത്. അത്രയും വലിയ ദേവാലയ സമുച്ചയമാണ്. പിന്നെ അതിൻ്റെ റീറ്റെയിനിങ് വാള് അതെല്ലാം കൂടെ ചേർത്ത് ആ വിലാപത്തിൻ്റെ മതിലാണ് ഇപ്പോൾ ഈ തകർന്ന് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ആ മതിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഇതാണ്, വെള്ള മാർബിൾ, ലൈം സ്റ്റോൺ, അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് സ്വർണം പതിപ്പിച്ചിരിക്കുകയാണ്. ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമില്ലേ, ഹോളി ഓഫ് ഹോളീസ്, ആ അതിവിശുദ്ധ സ്ഥലത്തെ പൊതിഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ആ ബിൽഡിംഗ് അത് മുഴുവൻ, അതായത് വെളിയിൽ നിന്ന് ആളുകൾ കാണുന്ന ഭാഗം മുഴുവൻ സ്വർണം പതിപ്പിച്ചിരിക്കുകയാണ്. നല്ല നട്ടുച്ചയ്ക്ക് സൂര്യൻ മേളിൽ നിന്ന് അടിക്കുമ്പോൾ നോക്കാൻ പറ്റത്തില്ല, കണ്ണ് വെച്ചിങ്ങനെ നോക്കാൻ പറ്റാത്തതുപോലെ അത്രയ്ക്ക് ആ ഒരു 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 ഈ സ്വർണരശ്മികൾ, അത്രയ്ക്ക് തേജസ്, ആ ഡാസ്ലിംഗ് ബ്രൈറ്റ്നസ്, അതാണ് ജെറുസലേം ടെമ്പിൾ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ആദ്യത്തെ ദേവാലയത്തിൻ്റെ 7 അയലത്ത് വരില്ല രണ്ടാമത്തെ ദേവാലയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദേവാലയം അത്രയ്ക്ക് മഹത്തായിരുന്നു, സോളമൻ പണിത്. അപ്പോൾ ജെറുസലേം ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മാനവരാശിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇതാണ് ഈ ടെമ്പിൾ. ഞാനതിന് നിങ്ങൾക്കൊരു മനസ്സിലാവാൻ വേണ്ടി എൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞാൽ, ഈ കല്ലുകൾ വെച്ചാണ് ഇത്. ഈ കല്ലിൻ്റെ, പ്രത്യേകിച്ച് അതിൻ്റെ വോൾ, ആ കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ നീളം 40 അടി നീളമാണ്. ഒരു കല്ല് ഭാരം എത്രയെന്നറിയാം? 500 ടൺ ഭാരം. വിശ്വസിക്കാൻ പറ്റുമോ? ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ, അതാണ് നമ്മൾ ഇന്ന് കാണുന്ന കല്ലുകളിൽ ഏറ്റവും വലിയ കല്ല്. ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ കല്ലിൻ്റെ വലിപ്പം ഭാരം എന്ന് പറയുന്നത് 11 ടണ്ണേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതിലേക്ക് പോകുന്ന ലോറി, അല്ലെങ്കിൽ നമ്മൾ ഈ ഭാരം വരുന്ന ഇപ്പോൾ മെറ്റിലെ കൊണ്ടിരുന്ന ലോറി, ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യാനായിട്ട് 25 ടൺ മാക്സിമം, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ വരുന്ന കണ്ടെയ്നർ ലോറിയില്ലേ, അതിൻ്റെ മാക്സിമം ഭാരം, അത് എടുക്കുന്ന മാക്സിമം ഭാരം ഏതാണ്ട് 25 ടൺ. അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ കല്ലിൻ്റെ ഭാരം 500, ഞാൻ വെറുതെ പറയുന്നല്ലേ ഇത്, ഈ ഭൂഗർഭ ഗവേഷകർ അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റുകളുടെ ഇന്നത്തെ അത്ഭുതം ഈ കല്ലുകൾ എങ്ങനെ ഇവന്മാർ ചുമന്നുകൊണ്ട് ഇവിടെ വെച്ചെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ജെറുസലേം ടെമ്പിൾ. നമ്മൾ ഈ ജെറുസലേം ദേവാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ഈ കൊച്ചു പള്ളി വെച്ച് കമ്പയർ ചെയ്യരുത്. അത്രയ്ക്ക് ജൈജാന്റിക്കായ ബ്രഹ്മാണ്ഡമായ ഒരു കൺസ്ട്രക്ഷൻ. ഇന്നും ആർക്കിയോളജിസ്റ്റുകളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ഇവർ ഈ കല്ലൊക്കെ എങ്ങനെ ചുവന്ന് കൊണ്ടുപോയി വെച്ചു, ഇതെങ്ങനെ പണിതു എന്നുള്ളതാണ്. ഇന്ന് കാരണം തകർന്ന് കിടക്കുന്ന കല്ലുകളുടെ വലിപ്പം അവർക്ക് കാണാമല്ലോ. ശിഷ്യൻ പറയുകയാണ്, ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. കർത്താവ് പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ല, ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഒന്നാമത്തെ കാര്യം, ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചത് മനുഷ്യൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ടല്ല, ദൈവത്തിൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചാണ്. ദൈവം പറഞ്ഞിട്ട് ഉണ്ടാക്കിയതിന് പോലും തകർക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് ഒന്നാമത്തെ ചിന്ത. ദൈവം ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് അത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാത്ത പക്ഷം അതും തകർക്കപ്പെടാം. ദൈവം സൃഷ്ടിച്ചത് ദൈവം ഉണ്ടാക്കിയതുമായിരിക്കും. നമ്മൾ മനുഷ്യനാണെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തതായിരിക്കും. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിലും ദൈവത്തിൻ്റെ പർപ്പസ് സേവ് ചെയ്യുന്നില്ലെങ്കിൽ അത് തകർക്കപ്പെടും. അതാണ് ഈ ജെറുസലേം ദേവാലയം ഇന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു കിടക്കുന്ന ആ വീപ്പിംഗ് വാളിൻ്റെ, വിലാപത്തിൻ്റെ മതിലിനകത്ത് തകർന്നു കിടക്കുന്ന കല്ലുകൾ ഇന്ന് ലോക ചരിത്രത്തിൽ സഞ്ചാരികളായി എവിടെ എത്തുന്ന സകല മനുഷ്യരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പർപ്പസ് സേവ് ചെയ്യാത്ത എന്തും തകർക്കപ്പെടും. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഇടവകളിൽ ജീവിക്കുമ്പോൾ, പൗരോഹിത്യം ജീവിക്കുമ്പോൾ, സന്യാസം ജീവിക്കുമ്പോൾ നമ്മളെ ഇത് ഭയപ്പെടുത്തണം, സത്യത്തിൽ അസ്വസ്ഥപ്പെടുത്തണം. കാരണം ഞാൻ കർത്താവിൻ്റെ പർപ്പസ് സേവ് ചെയ്യുന്നില്ലെങ്കിൽ നശിപ്പിക്കപ്പെടുക എന്നുള്ളതല്ലാതെ എനിക്ക് ആ മറ്റൊരു സാധ്യത എൻ്റെ മുമ്പിലില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾ എത്ര ഹ്യൂമൻ ലോജിക്ക് കൊണ്ട് റാഷണലൈസ് ചെയ്താലും ഇതിനകത്തുനിന്നൊരു മോചനം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കർത്താവ് പറയാണ്, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ല, എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും.
മാത്രമല്ല, ശരിക്കും യഹൂദൻ്റെ തിരുവെഴുത്തുകൾ വായിച്ചിട്ടുള്ള യഹൂദൻ അറിയാം ഇത് തകർക്കപ്പെടുമെന്നൊരു പ്രവചനമുണ്ട് പണ്ട്. എവിടെ നിന്നറിയാമോ? ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ അതൊന്ന് വായിക്കുന്ന നല്ലതാ. അതായത് ദാനിയേൽ ഇതൊക്കെ പ്രവചിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പുസ്തകമാണ്. നമുക്ക് ദൈവം അനുവദിച്ചാൽ വെളിപാട് പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിക്കണമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ദാനിയേൽ പഠിച്ചാൽ വെളിപാട് പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് ഭയങ്കരമായ, അത് എത്ര വായിച്ച എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന്. ഇന്നും വായിക്കുമ്പോൾ പലതും മനസ്സിലാവാത്തതുപോലെ കിടക്കും. അത്രയ്ക്ക് ഗഹനമായ അല്ലെങ്കിൽ ആഴമുള്ള ശരിക്കും പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം. ഇത് ഒത്തിരി വിശദമായിട്ട് പഠിക്കാൻ ദൈവം നമ്മളെ സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലപോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ദാനിയേൽ പഠിച്ചാൽ നമ്മുടെ വിശ്വാസം ഇരട്ടിയാവും. അതെന്തറിയാം? കാരണം അത് ഈ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ മനുഷ്യൻ, അതായത് യേശു ക്രിസ്തു, ഈ സഭ, റോമിൽ ഈ സഭയുടെ ആസ്ഥാനം, ഇതെല്ലാം ദാനിയേലിൻ്റെ പ്രവചനത്തിലുണ്ട്. അതെല്ലാം കിടപ്പുണ്ട്. അപ്പം നമ്മൾ വിശദമായിട്ട് ദാനിയേൽ പഠിച്ചാൽ നമ്മുടെ വിശ്വാസം ഇരട്ടിയാവും. 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, 9-ാമത്തെ 25 മുതൽ വായിച്ചു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിൻ്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നത് വരെ 7 ആഴ്ചകളുണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചയ്ക്ക് ശേഷം അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ അനോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ മിശിഹ ക്രിസ്തു എന്നാണ് എൻ്റെ അർത്ഥം. 62 ആഴ്ചകൾക്ക് ശേഷം മിശിഹ അകാരണമായി വിച്ഛേദിക്കപ്പെടും. 62 ആഴ്ചകൾക്ക് ശേഷം, 62 ആഴ്ച എത്ര ഉണ്ടെന്ന് കൂട്ടി നോക്കണം വീട്ടിൽ ചെന്നിട്ടെ. 62 ആഴ്ചയ്ക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി കട്ട് ഓഫ് എന്നാണ് പറയുന്നത്. കട്ട് ഓഫ് ചെയ്യപ്പെടും. മനസ്സിലായോ? കുരിശുമരണമാണ്, യേശുവിൻ്റെ കുരിശുമരണമാണ് ഈ പറയുന്നത്. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. കിടപ്പുണ്ട്, പണ്ട് പ്രോഫസി കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ദേവാലയം തകർക്കപ്പെടും. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. 3-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. 3-ാമത്തെ വാക്യം, അനന്തരം അവൻ ഒലിവ് മലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ. ഒലിവ് മലയിൽ എന്ന് പറഞ്ഞതിന് 2 പഴയ നിയമഭാഗങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കണം. എസെക്കിയേൽ 11:23, 22 മുതൽ വായിക്കാം. കെരൂബുകൾ ചിറകുകൾ ഉയർത്തി, ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു. കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്ന് നിന്നു. നഗരത്തിന് കിഴക്കുള്ള മല പറ, ഒലിവ് മല. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ, നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ദേവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോകുന്നുണ്ട്. ദേവാലയത്തിൽ നിന്ന് ദൈവമഹത്വം വിട്ടുപോവാണ്. ദേവാലയത്തിൽ എന്നേക്കുമായിട്ട് ദൈവമഹത്വം വിട്ടുപോയി. എവിടെ പോയി അറസ്റ്റ് ചെയ്തേ? ഒലിവ് മലയിൽ. ഇപ്പോൾ യേശു ദേവാലയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടുപോയി. എവിടെ പോയി? ഒലിവ് മലയിൽ. കണ്ടോ, അതാ പാരലിസം. ദൈവമഹത്വം. ആരാ ദൈവമഹത്വം? യേശു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞ ഏകജാതൻ്റെ മഹത്വം. ആരാണ് ദൈവത്തിൻ്റെ മഹത്വം? യേശു. ആ മഹത്വം ജെറുസലേം ടെമ്പിളിൽ നിന്ന് വിട്ടിട്ട് ഒലിവ് മലയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു. ഇതാണ് പാരലിസം. അപ്പോൾ ദൈവമഹത്വം പോയി. ദൈവമഹത്വം പോയി കഴിഞ്ഞ് ഇനി എന്താ ഈ ദേവാലയത്തിൻ്റെ ഗതി? ഇടിച്ചു തീർക്കപ്പെടുക. കാരണം ദേവാലയത്തെ ദേവാലയമാക്കിയത് ആ ഷെക്കൈന ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിറഞ്ഞിരുന്ന മഹത്വത്തിൻ്റെ സാന്നിധ്യം, ആ ഗ്ലോറിയസ് പ്രസൻസ്, അതാണ് ഷെക്കൈന ഗ്ലോറിയസ് പ്രസൻസ്. അതാണ് ദേവാലയത്തെ ദേവാലയമാക്കിയത്. അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി നിന്ന ദൈവമഹത്വം, ആ മഹത്വം എന്ത് ചെയ്തു? പോവാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ ദേവാലയം തകർക്കപ്പെടും. വേറൊരു വാക്യം വായിക്കാം. സക്കറിയ 14:4. ജെറുസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും.
ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് വലിയൊരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ട് മറ്റേ പകുതി തെക്കോട്ട് നീങ്ങും. അതായത് ദൈവം കർത്താവിൻ്റെ ദിനത്തിൽ ദൈവം തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ച് സക്കറിയ പ്രവചിക്കുമ്പോൾ സക്കറിയ പറയുകയാണ്, ദൈവം തൻ്റെ ശത്രുക്കളുടെ മേൽ വിജയം നേടുമ്പോൾ അവൻ ഒലിവുമലയിൽ നിലയുറപ്പിക്കും. കുരിശിൽ ശത്രുവിനെ സാത്താനെ തകർക്കാനുള്ള കർത്താവിൻ്റെ അവസാന മണിക്കൂറുകളിൽ കടക്കുകയാണ്. ആ ഒലിവുമലയിൽ നിലയുറപ്പിച്ചു. ആ ലാസ്റ്റ് ഫൈറ്റിന് ദൈവം എവിടെ നിലയുറപ്പിക്കുന്നത്? ഒലിവുമലയിൽ. അങ്ങനെ അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ ഒലിവുമലയിൽ ചെന്ന് ഇരിക്കുമ്പോൾ ചോദിക്കണം, ആരാ ചോദിക്കുന്നത്? ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും. എന്താ ഇവരുടെ പ്രത്യേകത? പറ. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പറ. ഇവരാണ് ആദ്യത്തെ 4 ശിഷ്യന്മാർ. ഒന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. അതായത് യേശുവിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയമുണ്ടായിരുന്ന ആളുകളാണ് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. അവർ മാത്രമായി യേശുവിനോട് സ്വകാര്യമായി ചോദിച്ചു. അപ്പോൾ ഇവരോട് മാത്രമായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യമാണിത്. അതായത് യേശുവിനോട് ഏറ്റവും കൂടുതൽ സഹവസിച്ച ആളുകളോടാണ് കർത്താവ് ഇത് വെളിപ്പെടുത്തി തരാൻ പോകുന്നത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യുഗാന്ത്യത്തെക്കുറിച്ചും അങ്ങയുടെ 2ാം വരവിനെക്കുറിച്ചും ഒരുക്കമുള്ളവരായി മാറാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വചനഭാഗങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ആത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണം. ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനും വിശ്വാസത്തിൽ വളരാനും കർത്താവ് അങ്ങ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.